നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിന്നും ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. പ്രവാസികൾക്ക് ഇത് നിർണായകമാകും. രാജ്യത്ത് തൊഴിലാളികൾക്ക് ഒന്നിലധികം ജോലികൾ ചെയ്യാൻ അനുവദിക്കുന്ന നിയമത്തിന് കുവൈറ്റ് സിവിൽ സർവീസ് കൗൺസിൽ അംഗീകാരം നൽകി. പുതിയ തൊഴിൽ നിയമപ്രകാരം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിലും നിബന്ധനകൾക്ക് വിധേയമായി ജോലി ചെയ്യാൻ കഴിയും. നിലവിലെ തൊഴിലുടമയുടെ അനുവാദത്തോടെ മാത്രമേ മറ്റൊരു ജോലിയിൽ ഏർപ്പെടാവൂ എന്നതാണ് നിബന്ധനകളിൽ ഒന്നാമത്തേത്. സർക്കാർ മേഖലയിലെ ഔദ്യോഗിക ജോലി സമയത്തിന് ശേഷം മാത്രമേ സ്വകാര്യ മേഖലയിൽ അധിക ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട്. ആഴ്ചയിൽ 40 മണിക്കൂറാണ് ജീവനക്കാരുടെ നിലവിലെ ജോലി സമയം. ഇത് കഴിച്ചുള്ള ബാക്കി സമയം മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യാം. ഒന്നിലധികം ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കഴിവുകൾ വ്യത്യസ്തമായി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ സർക്കാർ മേഖലയിലെ പരിചയവും അനുഭവസമ്പത്തുമുള്ള വിദഗ്ധരായ തൊഴിലാളികളുടെ സേവനം സ്വകാര്യ മേഖലയിൽ കൂടി ലഭ്യമാകും. സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയുമോ എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയത്തിന് അനുകൂല പ്രതികരണമാണ് സിവിൽ സർവീസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. എന്നാൽ പബ്ലിക് സോഷ്യൽ ഇൻഷുറൻസ് സെക്യൂരിറ്റിയുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വിരമിച്ചതിന് ശേഷം ജോലിയിൽ ഏർപ്പെടുന്നവർക്കുള്ള പെൻഷൻ ആനുകൂല്യം റദ്ദാക്കും. സോഷ്യൽ ഇൻഷുറൻസ് പ്രീമിയം തുക ഇവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ഗുഡ്വിൽ ലോൺ പരിധി ശമ്പളത്തിന്റെ 7 മടങ്ങിൽ നിന്ന് 21 മടങ്ങായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് സമർപ്പിച്ചതായും സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിനിടെ കുവൈറ്റിലെ എണ്ണ മേഖലയിൽ വനിതകൾക്കുണ്ടായിരുന്ന തൊഴിൽ വിലക്ക് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ നീക്കി. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കുവൈറ്റിലെ വനിതാ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമാണിത്. സൂപ്പർവൈസറി ജോലികൾ ഒഴികെയുള്ള ഓയിൽ ഫീൽഡിനെ തസ്തികകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. എഞ്ചിനീയറിംഗ് ജോലിയിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികളും മെയിന്റനൻസ്, കാറ്ററിംഗ്, മൈനിങ്, ഡ്രില്ലിംഗ് തുടങ്ങിയ തൊഴിലുകളുമാണ് വനിതകൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. എണ്ണ മേഖലയിൽ സ്ത്രീ സാന്നിധ്യം ഉറപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.